ഇന്ന് ഞാൻ എൻ്റെ അടീനത്തിൽ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്, വിജയിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ചെയ്യണത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടീനങ്ങളെല്ലാം ഞാൻ പ്രൂൺ ചെയ്യാണ്. ഒത്തിരി വളർന്നു, ഇനി മഴക്കാലം വരാൻ പോവാണ്. മഴക്കാലം വരണേക്ക് മുമ്പ് എല്ലാം പ്രൂൺ ചെയ്യണം. പക്ഷേ ചിലതിലൊക്കെ ഒത്തിരി പൂക്കളുള്ളതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്യാൻ തോന്നണില്ല. പിന്നെ ഒത്തിരി വളർന്നത് മാത്രം ഞാൻ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടീനത്തിൽ ഇന്ന് വരെ ഒരുമിച്ച് ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ചെടിയിൽ പൂക്കൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഓരോ തണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവശ്യം ചിലതൊക്കെ ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുട്ടയടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പൂക്കളുണ്ടായി നല്ല പൂക്കൂട് പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എൻ്റെ ഈ ചെടിയിൽ ഈ ചെടിയിൽ ഞാൻ എല്ലാ തണ്ടുമ്മയും നിറയെ പൂക്കൾ കാരണം തൂങ്ങി കിടക്കാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ തന്നെ നമുക്കത് കട്ട് ചെയ്യാൻ തോന്നില്ല. നാടനാണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ തുമ്പിലും എല്ലാ മുട്ടുകളും പൂക്കളായിട്ട് നിറയെ നിൽക്കുകയാണ്. അതുമ്പോൾ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രം ഞാനത് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് പൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ ഓരോ തണ്ട് കട്ട് ചെയ്താൽ മതി. അല്ല നമ്മൾക്ക് നിറയെ പൂത്ത് തന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടയടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും പൂ ഉണ്ടാവില്ലെങ്കിലും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ഒരു പൂക്കൂട പോലെയൊക്കെ ഉണ്ടായി നിൽക്കണമെന്ന് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവശ്യം ചിലതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അതിൻ്റെ കോഡക്സൊക്കെ ഒന്ന് പൊക്കി വെച്ച് വേറെ പോട്ടി മിക്സൊക്കെ ഇട്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഇപ്പം എനിക്ക് നേരമില്ല, സമയക്കുറവുകൊണ്ട് ഞാനത് ഇപ്പം ചെയ്യണില്ല. എനിക്ക് മഴയ്ക്ക് മുമ്പ് അത് ചെയ്ത് ഈ ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെ ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ചട്ടികളും അതുപോലെ കോഡക്സൊക്കെ വലുതായത് ചട്ടികളൊക്കെ മാറ്റി വെക്കണം എന്നൊരാഗ്രഹം കൊണ്ട് അതും ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടോ എനിക്ക് ഈ പൂ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറയെ പൂത്ത് നിൽക്കാല്ലേ, എല്ലാ മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് എല്ലാ തുമ്പിലും നിറയെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ എനിക്ക് തോന്നല്ല കേട്ടോ. ഇത് ചെടി ഞാൻ എന്തായാലും കട്ട് ചെയ്യണില്ല, അതിൻ്റെ എല്ലാ തുമ്പിലും പൂക്കളാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് കഴിയും. അപ്പോൾ എന്തായാലും അത് മഴയ്ക്ക് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പൂ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് നിറയെ പൂത്ത് നിൽക്കണം കാണാൻ ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാനിപ്പോൾ അതിപ്പോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഈ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ല വളം കൊടുക്കണം കേട്ടോ. കാരണം അപ്പോൾ വളം കൊടുത്തില്ലെങ്കിൽ ഇത് വളർച്ച ഉണ്ടാവില്ല. എൻ്റെ ഈ ചെടി കാണിച്ചു വെച്ചോണ്ട് ഞാൻ നിറയെ പൂണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മൊത്തം കട്ട് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാറുണ്ടായില്ല കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ ഇതും ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തേക്കുന്നതാണ്. നിറയെ പൂണ്ടായി കാണാനോ എല്ലാം അങ്ങനെ നിൽക്കണ്ട, ഇതുമെങ്കിലും ഒരുമിച്ച് പൂണ്ടായി കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത് മൊത്തം കട്ട് ചെയ്ത് മുട്ടയാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതുമ്മേ പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാം കേട്ടോ.